$50 ലക്ഷം വലിയ എമൗണ്ട് ആണല്ലോ. ഇന്ന് തന്നെ മാറി കിട്ടുമോ സർ? ഒരു മിനിറ്റ്. എന്തു പറ്റി? എന്തോ കുഴപ്പമുണ്ടല്ലോ. കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ചെക്ക് മാറി തരാത്തത്? മാറിത്തരും വിനീതേട്ടാ. എന്തോ കുഴപ്പമുണ്ട് കാവേരി. എന്താ? ആ മാനേജർ നമ്മളെ നോക്കുന്നുണ്ടില്ലേ? അവരെടുത്ത് നോക്കണ്ട നമുക്ക് പറയാൻ പറ്റുമോ വിനീതേട്ടാ? കണ്ടില്ലേ കാവേരി, അയാൾ ജയപാലനായിരിക്കും വിളിക്കുന്നത്. ജയപാലനെയോ? അതിനിവിടെ ആർക്കാ വിനീതേട്ടാ ജയപാലനെ അറിയുന്നത്? അയാളെ എല്ലാവർക്കും അറിയാൻ കാവേരി. ദേ ഈ ഇരിക്കുന്നൊക്കെ അയാളുടെ ആൾക്കാരായിരിക്കും. വരുന്നുണ്ട്. വന്നിട്ട് അയാൾ പറയും ചെക്ക് മാറാൻ പറ്റില്ലെന്ന്. ഒന്ന് ചുമ്മാതിരിക്കും വിനീതേട്ടാ. അല്ലെങ്കിൽ കാവേരി നോക്കിക്കോ. വിനീതിന്റെ അക്കൗണ്ടിലേക്കല്ലേ പണം വേണ്ടത്? അതെ, ജയപാലൻ തന്നത് ബ്ലാങ്ക് ചെക്കാ. അവിടെ എന്റെ പേര് എഴുതി ചേർത്തതാ. സർ, അത് വിനീതേട്ടന് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. നോ പ്രോബ്ലം. സെയിം ബാങ്ക് ആയതുകൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ എളുപ്പമാണ്. പണം ഇന്ന് തന്നെ കിട്ടില്ലേ സർ? ക്യാഷ് ചെക്ക് അല്ലേ? പണം വേണ്ടത് ക്യാഷ് ആയിട്ടാണോ അതോ അക്കൗണ്ടിലാണോ? നിളയുടെ ഓപ്പറേഷനാണ് ഇപ്പോൾ പണം അത്യാവശ്യം. അക്കൗണ്ട് ട്രാൻസ്ഫറാ നല്ലതെന്നാ എൻ്റെയും അഭിപ്രായം. ഇത്രയും പണം കൈ വയ്ക്കുന്നത് സേഫ് അല്ല. ഓൺലൈൻ പേയ്മെൻറ്റ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. ഹോസ്പിറ്റലും അത് തന്നെയായിരിക്കും സൗകര്യം. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്താനുള്ള സൗകര്യം നിങ്ങളുടെ ഫോണിലുണ്ടല്ലോ അല്ലേ? ഫോണിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോന്ന്? ആ പറ്റും പറ്റും പറ്റും. ഓക്കെ. ഇത്രയും വലിയ എമൗണ്ടിന് ട്രാൻസാക്ഷൻ വരുമ്പോൾ ഞങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ക്യാഷ് ചെക്ക് ആകുമ്പോൾ. പുഷ്പവാടി ബ്രാഞ്ചിലേക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്ത് തന്നു. ഒരു മെസ്സേജ് വന്നു, നോക്കിയേ. കാവേരി, 50 ലക്ഷം. താങ്ക് യു സർ, പണം ക്രെഡിറ്റ് ആയി. ഓക്കെ, വിനീതേട്ടാ വാ നമുക്ക് പോവാം. ശരി ആയിക്കോട്ടെ. വരട്ടെ. ഇത് പിടിച്ചോ. ചേട്ടാ ഒരു കൂൾ ഡ്രിങ്ക്സ്. പൗലോസ് അച്ഛൻ അരമനയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തെത്തുമ്പോ വിളിക്കാൻ അച്ഛൻ പറഞ്ഞേ. കാവേരി എന്തായാലും വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാനേ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വീട്ടിലേക്ക് വന്നേക്കാം. നിക്ക്. അതെ, ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു പോവാം. നടക്കാൻ കുറച്ച് ദൂരമില്ലേ? ശരി.
വിനീതേ നിക്ക്. കാശ് തന്നിട്ട് വിടോ. ദാ, ചില്ലറ ഇല്ല. ബാക്കി വെച്ചോ. ഡാ, വിനീതേ ഡാ, വിനീതേ നിക്കടാ. വിടും. ഡാ, വിനീതേ ഒന്ന് നിക്കടാ. നിവിന്റെ ആളെ വിടും നീ. എടാ എനിക്കൊന്ന് സംസാരിക്കണം. നിനക്കെന്താ ഇവിടെ കാര്യം? എടാ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളെയോ അതോ കാവേരിയോ? എടാ വിനീത ഞാനൊന്ന് പറയട്ടെ. ഹലോ സാർ, ഇത് ARB ബാങ്കിൽ നിന്നാണേ. വിനീത് കുമാർ സാർ അല്ലേ? അതെ സാർ. ഞങ്ങളുടെ ബാങ്കിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഒരു മിനിറ്റ്. ഓക്കെ സാർ. എടാ ബാങ്കിൽ നിന്നുള്ള കോളാ. നല്ല ട്രീറ്റ്മെന്റിൽ ആവശ്യത്തിന് അവിടെ ചെക്ക് കൊടുത്തേക്കുവാ. അമ്മാവന്റെ പണമാണെന്ന് പറഞ്ഞ് ഇനി അത് മുടക്കാൻ വന്നിരിക്കുകയാണോ? എടാ സോറി, നീ സംസാരിക്ക. സോറി സാർ, പറഞ്ഞോളൂ. ഇറ്റ്സ് ഓക്കെ. ഇത് അക്കൗണ്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള കോളാണേ. സാർ ഫ്രീ ആണോ? ഓ സാർ, ഞങ്ങളുടെ ബാങ്കിൽ നിന്നൊരു ചെക്ക് മാറിയിരുന്നില്ലേ? അതെ സാർ. നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നിൽ ഒരു 16 അക്ക നമ്പർ ഉണ്ട്, അതൊന്ന് പറയാവോ? സാർ 6428 18. കിട്ടിയില്ലേ? കിട്ടി സാർ. ഇപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അതും കൂടി ഒന്ന് പറഞ്ഞുതരാവോ? 2581. 2581 അല്ലേ? അതെ സാർ. ഓക്കെ സാർ, യുവർ അക്കൗണ്ട് വെരിഫിക്കേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഹാവ് എ നൈസ് ഡേ സാർ. ശരി ശരി സാർ. വിനീത് ബ്രോ, ടു ബി ഫ്രാങ്ക്, കാവേരിയെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ബ്രോയോടും മറ്റാൾക്കാരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിങ്ങളെല്ലാം എനിക്ക് ഹൃദയം കൊണ്ട് വേണ്ടപ്പെട്ടവർ തന്നെയാ. പക്ഷേ എനിക്ക് കാവേരിയെ ഒന്ന് കാണണം, തുറന്ന് സംസാരിക്കണം. എടാ കാവേരിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക, നിങ്ങളാരും ഫോൺ എടുക്കുന്നുമില്ല. ഇവനെ നീ വിചാരിച്ചോ ഞാൻ നിന്നോട് പിണങ്ങിയെന്ന്? എനിക്ക് നിന്നോട് കുഴപ്പമൊന്നുമില്ലടാ. അല്ലെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചവരോട് എനിക്കങ്ങനെ പിണങ്ങാനൊന്നും പറ്റില്ലടാ. അവരെന്നെ കബളിപ്പിക്കുകയാണെങ്കിൽ പോലും. നീയോ അതുപോലൊരാളാ. അതിനർത്ഥം നീ എന്നെ കബളിപ്പിച്ചൊന്നുമല്ല, നിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു. എനിക്കത് മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് എനിക്ക് നിന്നോട് അങ്ങനെ പെരുമാറാൻ പറ്റില്ലായിരുന്നു. ഞാനൊരൽപ്പം ചായ കാണിച്ചിരുന്നെങ്കിൽ നീ രാഗിണിയായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറി കാവേരിയുടെ പിന്നാലെ വന്നേനെ. അതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാവില്ല. രാഗിണി നേരുള്ള കല്യാണം മുടങ്ങിയ ജയപാലനോ നിന്റെ അമ്മയോ വെറുതെ ഇരിക്കുന്നത് നീ കരുതുന്നുണ്ടോ? സർവ്വ ആയുധങ്ങളുമായിട്ട് അവർ കാവേരിക്ക് പിന്നാലെ വന്നേനെ. നീ നിന്റെ പ്രണയം തുറന്നു പറയാത്തോണ്ട് കാവേരി ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. പിന്നെന്തിനാണ് അവൾ അതിൻ്റെ പേരിലുള്ള ശിക്ഷ മാത്രം അനുഭവിക്കുന്നത്? കാവേരിക്കെതിരെ നിന്റെ വീട്ടുകാർ തിരിഞ്ഞ നീ വെറുതെ ഇരിക്കുമോ? അച്ഛനമ്മമാരും മക്കളും ഒക്കെ പരസ്പരം വെട്ടേണ്ടി വന്നേനെ. ഇതിപ്പോൾ നിനക്കുറിച്ച് മാനസിക പ്രയാസം ഉണ്ടെങ്കിലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിച്ചില്ലേ? കാവേരിക്ക് അവൾ അച്ഛനെ പറ്റിച്ച് ജയപാലൻ സ്വന്തമാക്കിയ പണം തിരികെ കിട്ടി. നീയും രാഗിണിയുള്ള കല്യാണം കഴിഞ്ഞു. ദേ നല്ല മോളുടെ ഓപ്പറേഷൻ നടക്കും. ബ്രോ അതങ്ങനെയൊന്നും അല്ല. പിന്നെ എടാ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. അത് നീ കോൾ എടുക്ക്. ഹലോ, മനസ്സിലായോ നിനക്കെന്നെ? കല്യാണ മണ്ഡപത്തിലെ നീ താലി കഴുത്തിൽ വച്ചിട്ട് ഉപേക്ഷിച്ചു പോയൊരു പെണ്ണില്ലേ, അവളാടാ ഞാൻ. രാഗിണി, അപ്പോ നീ എന്റെ പേര് മറന്നിട്ടില്ല അല്ലേ? നീ വെച്ചിട്ട് പോ രാഗിണി, എനിക്ക് വേറെ ജോലിയുണ്ട്. നിന്റെ ജോലി എന്താന്നൊക്കെ എനിക്കറിയാം. അല്ല, നീ ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ? അല്ല,
നീ ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനാണെന്ന് ആന്റിക്കും അങ്കിളിനും മുന്നിൽ ഒരു എക്സ്ക്യൂസ്. എന്ത് അഡ്മിനിസ്ട്രേഷനാ നീ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നത്? That's none of your business. വെച്ചിട്ട് പോടി. ഞാൻ വച്ചിട്ട് പോയേക്കാം. പക്ഷേ കൊച്ചിയിലേക്കെന്നും പറഞ്ഞു പോയ നീ തിരുവനന്തപുരത്ത് കാവേരിയുടെ പിന്നാലെ ചുറ്റിത്തിരിയാണെന്ന് അറിയുമ്പോ രാജി ആന്റിയുടെ റിയാക്ഷൻ എന്താവുന്നൊന്ന് അറിയണമെന്നുണ്ട്. കാവേരി പ്രശ്നത്തില് അവര് സ്ലീപ്പിംഗ് പിൽസ് വാരത്തിന്ന് ചാവാൻ തുടങ്ങിയപ്പോഴല്ലേടാ നീ എന്നെ കെട്ടാൻ തയ്യാറായത്? അല്ല, ഇത്തവണ അവര് കയ്യില് ഞരമ്പ് മുറിക്കോ അതോ കഴുത്തിൽ കയറ് കെട്ടി കയറ്റി ചാടുവോ? You bloody... വിനീതേ, വിനീതേ, വിനീത് ബ്രോ, വിനീതേ, വിനീത്, വിനീത്, അരമനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ തയ്യലെല്ലാം നിനക്ക് തന്നെയാ വിനീത. നന്ദിയുണ്ടോ? നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അക്കാര്യം ഇവിടെ സംസാരിച്ചു. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന്. എന്റെ അല്ല, ദൈവത്തിന്റെ കൃപ. ആ കുഞ്ഞിനെ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്തോ? ഇല്ലച്ചോ, നാളെയാ. ദൈവാനുഗ്രഹം ഉണ്ടാവും, എന്റെ പ്രാർത്ഥനയും. ആ പിന്നെ വിനീതേ, ഇവിടെ ഇത് തുണി തയ്ക്കാനുള്ള സൗകര്യമില്ല. അതിന് നീ തന്നെ ഒരിടം കണ്ടെത്തണം. ഒരു മെഷീൻ ഇടാനുള്ള സ്ഥലം മതിയച്ചോ. ഞാനൊരിടത്ത് ആർക്കും ശല്യം ഉണ്ടാക്കരുത് അച്ചോളാം. അതെന്താ, നിങ്ങളുടെ താമസ സ്ഥലത്ത് അതിനുള്ള സൗകര്യം ഇല്ലേ? സൗകര്യം കുറവാണച്ചോ. ഇവിടെ റൂമില്ലാത്ത അല്ല പ്രശ്നം, തയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഒക്കെ നിശബ്ദതയാണല്ലോ ആവശ്യം. അത് മാത്രമല്ല, വലിയ വലിയ ടൈലറിംഗ് യൂണിറ്റുകാരൊക്കെ ഇവിടെ തയ്യലിന്റെ ഓർഡർ എടുക്കാൻ വന്നിരുന്നു. പള്ളിയുമായിട്ട് പല വിധത്തിലുള്ള അടുപ്പുള്ളവരവരൊക്കെ. അവരൊക്കെ നോക്കുമ്പോൾ നീ ഇവിടെ തയ്ച്ചോണ്ടിരുന്നാലേ സ്വന്തമായിട്ടൊരു കട പോലും ഇല്ലാത്ത ഇയാൾക്കാണോ അരമനയുടെ ഓർഡർ മുഴുവൻ കൊടുത്തെന്ന ചോദ്യം ഉണ്ടാവും. ശരിയാച്ചോ. വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ നീ ഒരു കട നോക്ക്. കടയോ? അതിനെന്താ, നീ എന്തായാലും തയ്യൽ ജോലി ചെയ്തല്ലേ ജീവിക്കാൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് താമസമാക്കാൻ തീരുമാനിച്ചു. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ നോക്കേണ്ടതല്ലേ ഒരു കട. അത് ഇപ്പൊ തന്നെ ആയാലെന്താ? അതിലൊരു വഴി നോക്ക് വിനീതേ. നിറയെ വെള്ളമുണ്ട് കേട്ടോ ചേച്ചി. നീ ഇവിടെ വെള്ളം നോക്കി നിൽക്കാതെ വന്ന് എന്തെങ്കിലും ജോലി. അടിച്ചു തുടച്ച് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ, സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെച്ചിട്ട് ഇതൊക്കെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അത് നല്ലതാ. ഫർണിച്ചറൊക്കെ കുറെ ഉണ്ടോ? ഇല്ല, അത്യാവശ്യം വേണ്ടത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇവിടുത്തെ വീട് നോക്കിയിട്ട് അതൊക്കെ കൊണ്ടുവരാന്ന് വിചാരിച്ചു. മലയിറക്കി കൊണ്ടുപോരണ്ടേ? ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അതെ, ഗ്യാസ് കണക്ഷൻ അടക്കം എല്ലാം ഇവിടെ ഉണ്ട്. പുതിയ വീട് വെച്ചപ്പോ ഇവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. എല്ലാം പുതിയത് വാങ്ങിച്ചതാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടോ. അമ്മയില്ല അകത്ത്? ആ ഉണ്ടല്ലോ. ചെന്നാ മതി.
നമ്മ പിടി ഇതുകൊണ്ട് പിടിച്ചോ അമ്മ. ആ. എന്നാ ഇത് പിടിച്ചേ പോ. ഇവിടെ നിന്ന് പൊടിയടിക്കാതെ പോ അപ്പുറത്തോട്ട് ചെല്ല്. അകത്തേക്ക് വന്നോട്ടെ. ആ എന്ത് ചോദ്യം ഇത്? കേറി വാ. എന്നെ മനസ്സിലായോ? പിന്നെ അമ്പിയാമ്മയുടെ മോളല്ലേ? അതെ, ഗായത്രി. ഞാൻ ശാരദ. ഇത് രാധമ്മ, എന്റെ ഭർത്താവിന്റെ അമ്മയാ. പക്ഷേ അല്ല, അമ്മ എന്ന് തന്നെ പറയാം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അമ്മ പറയാറുണ്ട്. ആ, മോളിങ് വന്നേ. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കണേ? 8th. ഓ, ഇവിടെ സ്കൂളൊക്കെ നോക്കിയോ? ഇല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചു. ഓ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഉം. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ എനിക്ക് കാണാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞല്ലോ. സൗകര്യപ്പെടില്ല, 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 അത്ര തന്നെ. എന്താ എന്നോട് എപ്പ പറഞ്ഞെന്ന്? ദേ താൻ വെറുതെ എന്നോട് നുണ പറയാൻ നിൽക്കല്ലേ. ഇതാണ് എനിക്ക് നിങ്ങളെ പോലുള്ള ഒരു ഇഷ്ടമില്ലാത്ത. ആ ഓഫീസിൽ 100 കൂട്ടം തിരക്കിലിരിക്കുമ്പോ വന്ന് പറഞ്ഞെന്നാ. എടോ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ ഇയാളെ എക്സ്ക്യൂസ് പറയല്ലേ? ആ എന്താ മെസ്സേജ് അയച്ചെന്നാ? എടോ തനിക്കറിയാലോ ഞാൻ ഇമെയിൽ ഒന്നും റെഗുലറായിട്ട് ചെക്ക് ചെയ്യാറില്ലെന്ന്. അറിയാലോ, പിന്നെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വരില്ലേ? ആ നിങ്ങളിവിടെ എന്താ കണ്ടോണ്ടിരിക്കുക? ആ ഞങ്ങളെ ഒരു ഷോ കണ്ടോണ്ട് നിക്ക. ഫോണില്ല. എടോ, ഒരു ദിവസം എത്ര മെസ്സേജാ വരുന്നേ? അതെല്ലാം ഞാൻ കാണണമെന്നുണ്ടോ? ഇനിയിപ്പോ കണ്ടാൽ തന്നെ ഞാൻ ശ്രദ്ധിക്കണമെന്നുണ്ടോ? മെയിലിനോ ഫോണിലോ ഒന്നും പറ്റില്ല. നേരിട്ട് പറഞ്ഞാൽ ഓർക്കുകയില്ല. പിന്നെ ഇയാളെങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നത്? കാണിച്ചു തരാം. അതിന് തന്നെ മോളെ. അയ്യോ ചേച്ചി, വെളച്ചിലെടുക്കല്ലേ എന്റെ അടുത്ത്. തങ്കച്ചി, ദേ, നോക്കി. കാവേരി കാവേരി വേണ്ട കാവേരി. ഞാൻ പറഞ്ഞത് കേട്ടോണം, അല്ലാതെ ദേ എന്റെ തലയെ തോണ്ടി കളിക്കല്ലേ എല്ലാരും കൂടിയിട്ട്. മനസ്സിലായില്ല? ബ്രോ കൈയോട്. ഇവനോട് പറഞ്ഞേക്ക ഞാൻ അങ്ങനെയൊന്നും വിട്ടുപോകാൻ പോകുന്നില്ലെന്ന്.